നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. നമ്മളുടെ കാശു വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. മഞ്ചേരി നിന്നഞ്ചാറ് മൈല് ദൂരമേ മോങ്ങത്തില് സഞ്ചരിക്കുന്നോർക്കു കാണാറാകുമാ നീരത്തില്. ചത്തുപോയ ഹിച്ച്കോക്ക് സായിപ്പിൻ്റെ സ്മാരകം ചാത്തനെ കുടിവെച്ച പോലെ അബ്ബലാലിൻ സ്മാരകം. ഞമ്മളുടെ നെഞ്ചിലാണ് ആ കല്ല് നാട്ടി വെച്ചത്, ഞമ്മളുടെ കൂട്ടരെയാണ് ആ സുവറ് കൊന്നത്. കമ്പളത്ത് ഗോവിന്ദൻ നായർ സഖാവ് രചിച്ച മാപ്പിളപ്പാട്ടാണ് ഏറനാട്ടിൻ വീരമക്കൾ. ഇതൊരു മാർക്സിസ്റ്റ് വർഗസമര ഗാനമാണെന്ന് ആദ്യം മനസ്സിലാക്കിയത് ബ്രിട്ടീഷ് ഭരണാധികാരികൾ തന്നെയായിരുന്നു. 1944 ഈ പാട്ട് പ്രസിദ്ധീകരിച്ച ദേശാഭിമാനി കണ്ടുകെട്ടി. ഏറനാട്ടിലെ സാധാരണ മനുഷ്യൻ്റെ ഹൃദയതാളം പോലെ ലളിതമായ ഈണത്തിൽ ചരിത്രവും രാഷ്ട്രീയവും ഈ വരികളിൽ തെളിയുന്നു. ദേശീയബോധവും വർഗപക്ഷപാതവും സുലൈമാനിയിൽ ചായപ്പൊടിയും പഞ്ചസാരയും പോലെ ഇതിൽ ലയിച്ചു കിടക്കുന്നു. ബ്രിട്ടീഷ് പാദസേവകരായിരുന്ന വർഗീയ ശക്തികൾ ചമയ്ക്കുന്ന കപട ചരിത്രത്തെ അർത്ഥം കൊണ്ടും താളം കൊണ്ടും സഖാവ് കമ്പളത്ത് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു. 1914 ഏപ്രിൽ 15 മലപ്പുറം ജില്ലയിലെ നെടിയിരുപ്പിൽ ജനിച്ച ഗോവിന്ദൻ നായർക്ക് മലബാർ കലാപ സമയത്ത് പ്രായം 7 വയസ്സു മാത്രം. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ക്രൂരമായ മർദ്ദന നടപടികളും വാഗൺ ട്രാജഡി കൂട്ടക്കൊലയുമെല്ലാം ആ കുഞ്ഞു മനസ്സിൽ വിപ്ലവബോധത്തിൻ്റെ കനൽ കോരിയിട്ടു. ദേശീയ പ്രസ്ഥാനത്തിലും അധ്യാപക പ്രസ്ഥാനത്തിലും സജീവമായ കമ്പളത്ത് സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിച്ചേർന്നു. കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന കാഹളം മാസികയിൽ ജന്മിത്വത്തിൻ്റെ കാലടിയിൽ എന്ന നാടകം പ്രസിദ്ധീകരിച്ചതിന് 1941 ജൂൺ 4 അദ്ദേഹം അറസ്റ്റിലായി. പോലീസുകാർ അദ്ദേഹത്തിൻ്റെ വലതു കൈ തല്ലിയൊടിച്ചു, നഖങ്ങൾ പിഴുതെടുത്തു. 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. MSP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന മലബാർ സ്പെഷ്യൽ പോലീസ് തലവനായിരുന്നു മർദ്ദക വീരൻ ഹോവാർഡ് ഹിച്ച്കോക്ക്. ആ മനുഷ്യൻ രചിച്ച 1921 മലബാർ റബല്യൻ എന്ന കൃതിയാണ് മലബാർ കലാപം മാപ്പിളമാർ ഹിന്ദുക്കൾക്കെതിരെ നടത്തിയ വർഗീയ കലാപമാണെന്ന നെരേറ്റീവിൻ്റെ മൂലാധാരം. ഇന്നും ഹിന്ദുത്വവാദികളുടെ അടിസ്ഥാന പ്രമാണം ഈ കൊളോണിയൽ ആഖ്യാനമാണ്. തികഞ്ഞ ഗാന്ധിയനായിരുന്ന മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ ഖിലാഫത്ത് സ്മരണകൾ, സൗമേന്ദ്രനാഥ ടാഗോർ രചിച്ച പെസൻ റിവോൾട്ട് എന്നീ കൃതികൾ ഈ ആഖ്യാനത്തിൻ്റെ വ്യാജം തുറന്നു കാട്ടുന്നവയാണ്. മലബാറിലെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച കോൺഗ്രസ് നേതാവ് MB നാരായണ മേനോൻ ചെയ്ത കുറ്റം ഖിലാഫത്ത് സമരത്തിന് നേതൃത്വം നൽകി എന്നതായിരുന്നു. വാഗൺ ട്രാജഡിയിൽ കൊല്ലപ്പെട്ട 70 പേരിൽ 4 പേർ ഹൈന്ദവരായിരുന്നു. പാട്ടകൃഷിക്കാരായ കുന്നപ്പള്ളിൽ അച്യുതൻ നായരും മേലേടത്ത് ശങ്കരൻ നായരും കൂലിപ്പണിക്കാരായ തട്ടാൻ ഉണ്ണിപ്പുരയനും ചെട്ടിച്ചിപ്പുവുമാണ് തങ്ങളുടെ 66 മാപ്പിള സഹോദരങ്ങൾക്കൊപ്പം പ്രാണവായു കിട്ടാതെ അന്യോന്യം മാന്തിക്കീറി മരിച്ചത്. 1944 വള്ളുവമ്പ്രത്തെ ഹിച്ച്കോക്ക് സ്മാരകം പൊളിക്കാനുള്ള പ്രക്ഷോഭത്തിൽ ഈ ഗാനം മുഴങ്ങി. തുടർന്ന് മലബാറിനെ ആകെ ഒരു കാലത്ത് പ്രകമ്പനം കൊള്ളിച്ചു ഈ ഗാനം. ദേശീയ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത വർഗീയ ശക്തികൾ ദേശീയതയുടെ കുത്തക ഏറ്റെടുക്കാൻ വെമ്പുന്ന ഈ കാലത്ത് സഖാവ് കുമ്പളത്തിൻ്റെ ഈ പടപ്പാട്ട് നമുക്ക് വീണ്ടും വീണ്ടും പാടാം. അന്നിരൂപത്തൊന്നിൽ നമ്മളിമലയാളത്തിൽ ഒത്തുചേർന്ന് വെള്ളയോടെ തീർത്തു നല്ല മട്ടില് ഏറനാട്ടിൻ ധീരമക്കള് ചോര ചിന്തിയ നാട്ടില് ചീറിടും പീരങ്കികൾക്ക് മാറുകാട്ടിയ നാട്ടില് വാരിയൻ കുന്നത്ത് വീരർ കുഞ്ഞഹമ്മദാജിയും
വാശിമൂത്ത മൂപ്പരുടെ കൂടെ കൂട്ടമായിയും. കോഴി കൊത്തും പോലെയന്ന് ബാപ്പമാരേളാപ്പമാർ, കോഴിക്കോടിനപ്പുറം പൊരുതിയെ മൂത്താപ്പമാർ. ഞമ്മളെത്ര ബാപ്പമാരെ കേറ്റി അന്ന് തൂക്കില്, ഞമ്മളും ആ പെങ്ങന്മാരെ കാട്ടിയ ഹലാക്കിന്. ഉപ്പാപ്പമാരെ താടി നുള്ളി കേറ്റി സൂചി കാലില്, അപ്പുറം കടൽക്കു കൊണ്ടോയാക്കി ആന്ത മാനില്. പോലെ ചിപ്പം പോലെയട്ടി കിട്ടു തീവണ്ടിയില്, ആലയത്തിനുള്ളിലിട്ട് കരിച്ചവർ പല നാട്ടില്. മക്കളെ നിരത്തി നിർത്തി ബാപ്പമാരുടെ നെഞ്ചില്, തോക്കിനാൽ നിറയൊഴിച്ച് രസിച്ചവർ കേമത്തില്. നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. നമ്മളുടെ കാശു വാങ്ങി ഇംഗ്ലണ്ടിലേക്കയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. കണ്ടപോൽ തീയുണ്ട പെയ്തു പൂക്കോട്ടൂരിനെ, കണ്ടമാനം ചോരക്കളമായി മാറ്റിയ സർക്കാരിനെ. എത്ര ധീര മാപ്പിള സ്ത്രീകൾക്കെഴും പരിശുദ്ധിയെ, ഉത്തമ ഭൂവായിടും മലനാടിതിൻ അഭിവൃദ്ധിയെ. തോക്കിനാൽ കൈയൂക്കിനാൽ കവർച്ച ചെയ്ത കൂട്ടരെ, നീക്കുപോക്കില്ലാതെ കൂട്ട കൊല നടത്തിയ ദുഷ്ടരെ. ഏറിടുന്ന വീറോടെതിർത്തു നിങ്ങൾ ധീരരെ, മാറുകാട്ടി നാട്ടിൻ മാനം കാത്തു നിങ്ങൾ വീരരെ. മഞ്ചേരി നിന്നഞ്ചാറ് മൈല് ദൂരമേ മോങ്ങത്തില്, സഞ്ചരിക്കുന്നോർക്കു കാണാറാകുമാ നീരത്തില്. ചത്തുപോയ ഹിച്ച്കോക്ക് സായിപ്പിൻ്റെ സ്മാരകം, ചാത്തനെ കുടിവെച്ച പോലെ അബ്ബലാലിൻ സ്മാരകം. ഞമ്മളുടെ നെഞ്ചിലാണാ കല്ല് നാട്ടി വെച്ചത്, ഞമ്മളുടെ കൂട്ടരെയാണാ സുവറ് കൊന്നത്. രാജ്യസ്നേഹം വീറ് കൊണ്ട ധീരരുണ്ടി നാട്ടില്, രക്ഷ വേണമെങ്കിൽ മണ്ടിക്കോട്ടവർ ഇംഗ്ലണ്ടില്. രാജ്യസ്നേഹം വീറ് കൊണ്ട കൂട്ടരുണ്ടി നാട്ടില്, രക്ഷ വേണമെങ്കിൽ മണ്ടിക്കോട്ടവർ ഇംഗ്ലണ്ടില്. രക്ഷ വേണമെങ്കിൽ മണ്ടിക്കോട്ടവർ ഇംഗ്ലണ്ടില്.